എല്ലാവർക്കും അത്ത ആശംസകൾ അമൃത്. അപ്പോൾ അത്തം ദിനായിട്ട് ഞാൻ പൂ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വൈകി പോയത്. ഞാനും അനുവും കൂടിയിട്ടാണ് കേട്ടോ പൂ പൊട്ടിക്കുന്നത്. മോൻ എണീറ്റിട്ടില്ല. അനുവിന്റെ വീട്ടിൽ പൂക്കളിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞാനും അനുവും കൂടെ പൂക്കൾ പൊട്ടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കേട്ടോ പൂക്കളിടാൻ പോകുന്നത്. അത്തായിട്ട് നല്ല വെയിലാണ് കേട്ടോ. അത്തം വെളുത്താൽ ഓണം കറുക്കും, അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നാണ് ചൊല്ല്. എന്താവെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളിതേ കൃഷ്ണഗിരിയുടെ പൊട്ടിച്ച് ഇനി കുറച്ച് മുക്കൂറ്റി ഉണ്ട്, അത് പൊട്ടിക്കണം. പക്ഷെ നമ്മൾ പാലക്കാട് അവിടെ മുക്കൂറ്റി ഒന്നോ രണ്ടെണ്ണോ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, തുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. തുമ്പ ഞാൻ ഇവിടെയാണ് നിറയെ ഉണ്ടായി കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിൻപുറമായ കാരണം തോന്നുന്നു. ശരിക്കും നിറയെ മുക്കുറ്റി സൈഡുകളിൽ വേലിക്കലൊക്കെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതേപോലെ തുമ്പയാണെങ്കിലും ഇടയിലിടയില് ഓരോ കട എന്ന് പറയുന്ന വലിയ കടകളാണ് ഉണ്ടായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഈ പൂക്കളൊക്കെ ഇറുക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ചും മുക്കുറ്റിയൊക്കെ ഇറുക്കുമ്പോൾ നമുക്ക് കുട്ടിക്കാലം ഓർമ്മ വരിക. അന്ന് വീടിന്റെ അടുത്തുള്ള എല്ലാ കുട്ടികളും കൂടിയിട്ടാണ് പൂക്കൾ ഇറുക്കാൻ പോവാ. അമ്മ ചേമ്പിലെ കുമ്പിള് കുത്തി തരും, അതും കൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓണപരീക്ഷയായ കാരണം അതിന്റെ തിരക്കുണ്ടാവും. പക്ഷെ എക്സാം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂ പൊട്ടിച്ചാൽ മതിയാവില്ല, അത്രയ്ക്കധികം പൂവും കൊണ്ടാ വരിക. പരീക്ഷയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് കുറച്ച് പൂ പൊട്ടിച്ച് വേഗം കളട്ടിട്ട് പോകും. പക്ഷെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാലാണ് പൂക്കളത്തിന് ഒരു ഉഷാറ് വരിക. കാരണം അപ്പോഴാണ് ഡിസൈൻ നോക്കലും പൂക്കളത്തിന് ഭംഗിയാക്കലും ഒക്കെ വരുന്നത്. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരാളുടെ കുളിയാണ് കേട്ടോ കാണുന്നത്. കണ്ടോ, നല്ല ഉഷാറായ കുളിയാണ്. അപ്പൊ കിളിയും വിചാരിച്ചു ഓണമൊക്കെ അല്ലേ, അത്തം തുടങ്ങല്ലേ, ഞാനും കുളിച്ചേക്കാന്ന്. അപ്പൊ നല്ല തകൃതിയായിട്ടുള്ള കുളിയാണ്. മുകളിൽ പരിക്കനിട്ടപ്പോൾ ഞാൻ വെള്ളം നിർത്തിണ്ടായിരുന്നു, അത് ഓവിക്കൂടെ കുറച്ച് കുറച്ചായി വരുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഈ കുളി. ഞാനിങ്ങനെ പൂവൊക്കെ ദേ അത്യാവശ്യം കുറച്ച് നമ്മളെ മുറ്റത്തുള്ളതൊക്കെ പൊട്ടിച്ച് വെച്ചു. ഇനി നമ്മൾ പോകുന്നത് അനുവിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അനുവിന്റെ വീട്ടില് താഴത്തെ പറമ്പില് നിറയെ പൂവുണ്ട്. അപ്പോൾ ഈ പൂവിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. 10 മണിയാണോ 4 മണിയാണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, പിങ്ക് യെല്ലോ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് ഒരു ഡിഫറെന്റ് കളറ്, 2 തരം കളർ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് പൊട്ടിച്ചു. പിന്നെ ഇത് കാടൊന്നല്ല കേട്ടോ, ഒരു പറമ്പ് തന്നെയാണ്. കിണർ കുത്തിയിട്ട് ആ മണ്ണ് ഇങ്ങനെ ഇട്ടപ്പോഴേ മുഴുവനായിട്ട് നികത്തിയിട്ടില്ല. അപ്പൊ അത് കാരണം കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുക. അപ്പൊ ഞങ്ങൾ അതേ അവിടെ നിറയെ ചെമ്പരത്തി ഉണ്ട്. അപ്പൊ വീടിന്റെ ബാക്കിൽ നിറയെ ചെമ്പരത്തി ഉണ്ടായിരുന്നു. കാട് പിടിച്ച് നിന്നപ്പോൾ ഞാനൊക്കെ വെട്ടിക്കളഞ്ഞ. കാരണം അതിന്റെ മുകളിൽ ഒരു പാമ്പ് മുകളിൽ കയറിയിട്ട് ഞാൻ അഴയമ്മ തുണിയിട്ട് അപ്പൊ മേത്തേക്ക് വീണു, പാമ്പിന്റെ കുട്ടി. അപ്പൊ ഞാനിപ്പോ ചെമ്പരത്തിയുടെ തല മുകളിലേക്ക് വലുതാവുമ്പോഴത്തേനും വെട്ടിക്കളയുക. അപ്പൊ അത് കാരണം നമ്മളുടെ മുറ്റത്തൊന്നും ചെമ്പരത്തിയില്ല. അപ്പൊ വേലിക്ക് നിറയെ ഉണ്ടായിരുന്നതാ. അപ്പൊ ഞാൻ എന്തേ അനുവിന്റെ വീട്ടിലേക്ക് ചെമ്പരത്തി കുറച്ച് പൂക്കളൊക്കെ പൊട്ടിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എല്ലാത്തിനും അനുവാണ്, അനുവിന്റെ ഒപ്പമാണ് എല്ലാ പരിപാടികളും. അനുവിന്റെ ഒപ്പം നടന്ന് നടന്ന് ഞാനും അനുവിന്റെ പോലെ കുട്ടിയായോ എന്നൊരു തോന്നൽ. വയസ്സ് 40 പക്ഷെ എനിക്കത് എന്താണെന്നറിയില്ല, അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്താണെന്നറിയില്ല, ചിലപ്പോ വയസ്സായി എന്നുള്ള തോന്നലായിരിക്കാം. അപ്പോൾ ഞാൻ പക്ഷെ ചെറുപ്പമാവാനാണ് ശ്രമിക്കുന്നത്. എത്രത്തോളം ചെറുപ്പമാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ദേ ഞങ്ങൾ എന്തായാലും പൂവൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ പോവാൻ നോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയൊരു വേറെ വെറൈറ്റി പൂവ് പൊട്ടിക്കാറുണ്ട്. അത് നിങ്ങൾ പേരൊന്ന് പറയണേ. നിങ്ങൾക്ക് പേരറിയെങ്കിൽ ഒന്ന് പറയണം. ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും. ഞങ്ങളിവിടെ പറയുന്ന പേര് ചേഞ്ച് റോസ്, ഏകദേശം അത് തന്നെയായിരിക്കും. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ശരിക്കും ചെമ്പരത്തിയുടെ ഇതള് പോലെ ഉള്ളിൽ നിറയെ നിറയെ ഇതളുകളുണ്ട്, വലിയ പൂവ്. പക്ഷെ അത് കറക്റ്റ് രാവിലെ വെള്ള, ഉച്ച ആവുമ്പോഴത്തേന് അതിന്റെ കളർ ഇങ്ങനെ ചെറുതായി ചെറുതായി ഇങ്ങനെ മാറി വരും. വെയിൽ ഉദിച്ച് ആ ഒരു 11 മണി 12 മണി ആകുമ്പോഴത്തേനും അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് റോസ് കളറായിരിക്കും. ഒരു ദിവസം നിൽക്കുള്ളൂ, പിറ്റേസിക്ക് വാടും. പിന്നെ ദേ നമ്മുടെ തുമ്പ ഉണ്ടായിരുന്നു. അപ്പൊ അനു ദേ തുമ്പപ്പൂ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ദേ അനുവിന്റെ അമ്മ വന്നപ്പോ ഞാൻ ഇച്ചിരി നേരം വർത്താനം പറയുന്നപ്പോ അനു എന്നെ ഹെൽപ്പ് ചെയ്യാണ് പൂ പൊട്ടിച്ചിട്ട്. അപ്പൊ അനുവിന് എക്സാം ഉണ്ട് കേട്ടോ. അനു ഡ്രസ്സൊക്കെ ചെയ്ത് യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുകയാണ് ആളിപ്പോ തന്നെ. എന്ത് രസമല്ലേ ഈ കാലം, 10 ദിവസം പൂക്കളിടാം. അപ്പൊ രാവിലെ തന്നെ എണീക്കുമ്പോ തന്നെ ഒരു എനർജിയാണ്, ഇന്നും പൂക്കളിടണ്ടേ, ഇന്ന് എന്ത് ഡിസൈനാ. പക്ഷെ ഇപ്പൊ ഡിസൈൻ ഒന്നും മനസ്സിൽ വല്ലാണ്ട് കയറുന്നില്ല. കാരണം പഴയ പോലെ നിറയെ പൂക്കളൊന്നുമില്ല. മുക്കുത്തിയൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മളൊരു കുമ്പിള് നിറയെ പൂവാണ് കൊണ്ടുവരിക. ഓരോ പൂവ് അങ്ങനെ ഓരോ കുമ്പിള് കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് പല പല ഡിസൈൻസ് വരും ഇടാനായിട്ട്. അപ്പൊ ചെറിയ പൂക്കൾ അല്ല, നമ്മൾ വലിയ പൂക്കളാണ് ഇടുക. പക്ഷെ ഇപ്പൊ പൂക്കളൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അതുപോലെ ചെണ്ടുമല്ലി ഇതൊക്കെ നല്ല പൈസയാണ് ഇപ്പൊ മേടിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. തൽക്കാലം നമ്മളെ വീട്ടുമുറ്റത്തുള്ള പൂക്കളൊക്കെ ഇട്ട് അങ്ങനെയല്ല നമ്മൾ മുമ്പ് പൂക്കളിട്ടായിരുന്നത്. അപ്പൊ അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പരീക്ഷ കഴിയണ വരെ ചിലപ്പോൾ അമ്മയായിരിക്കും ഇതേപോലെ തുമ്പയുടെ ഒരു
തലയും അതേപോലെ തുളസിക്കതിരും മുക്കൂറ്റിയുടെ 2 കടയും പറിച്ച് കളത്തിലിട്ട് വെക്കും. പിന്നെ കാക്കപ്പൂവുണ്ട്, കുഞ്ഞു പൂവാണ്, അത് ഇരുന്ന് പൊട്ടിക്കും. എൻ്റെ പൊന്നോ, എന്ത് രസമായിരുന്നു അറിയാം. പക്ഷെ അത് എന്താ പറയാ, പറിച്ചെടുക്കാനും ഭയങ്കര ഒരു എനർജിയാണ്. അത് ശരിക്കും പറിച്ചില്ലെങ്കിൽ അതിൻ്റെ തലയും കടയും അവിടെ നിൽക്കുന്നതായിട്ട് നമ്മളെ കയ്യിലിരിക്കും. അത്രയും സോഫ്റ്റിയാണ്, അത്രയും ചെറുതുമാണ്. അതുകൊണ്ട് സോഫ്റ്റി ആയിട്ട് വേണം ആ കാക്കപ്പൂവൊക്കെ പറിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ എല്ലാ പൂവും ചെറിയ ചെറിയ തെങ്ങിന്റെ കടക്കിലൊക്കെ ഓരോ പൂക്കൾ ചെറുതുണ്ടായി നിൽക്കുന്നുണ്ടാവും. അതടക്കം പതിയെ പറിച്ച് കൊണ്ടുവന്ന് കഥകളിയും വഞ്ചിയും അങ്ങനെ പല ഡിസൈൻസ് ഇട്ടിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഓണായിട്ട് പേപ്പറിൽ ഓരോ ദിവസം ഓരോ പൂക്കളം, പിന്നെ അതുപോലെ കഥകളി, വഞ്ചി. അപ്പൊ അങ്ങനെ പേപ്പറിൽ നോക്കിയിട്ട് ഓരോ ഡിസൈൻ വരയ്ക്കും. എന്നിട്ടാണ് നമ്മൾ പൂക്കളമിട്ടിരുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ പൂക്കളിട്ടോ? പൂക്കൾ ഇറുക്കാൻ പോയോ? അതോ ചെണ്ടുമല്ലിയും അതേപോലെ വാടാമല്ലിയൊക്കെ വാങ്ങിച്ചിട്ടാണോ പൂക്കളിടുന്നത്? അപ്പൊ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണേ. അപ്പൊ ഞാനും അനും കുക്കിയും കൂടിയിട്ടാണ് ഇവിടെ പൂക്കളിടുന്നത്. കളം മെഴുകാനായിട്ട് ചാണകമൊന്നും കിട്ടിയില്ല. ഇവിടെ അടുത്ത വീട്ടിലൊന്നും പശുവില്ല. അപ്പൊ പിന്നെ ചാണകവും കിട്ടിയില്ല. അപ്പൊ തൽക്കാലം ഞങ്ങൾ പാറപ്പൊടി അവിടെ നിരത്തിയിട്ട് അതിന്റെ മുകളിലാണ് പൂക്കളിടുന്നത്. കുക്കീനെ അനു പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പൂക്കൾ കുക്കി ഇടും ചെയ്യും, അത് കഴിക്കുകയും ചെയ്യും. മണ്ണ് വരെ തിന്നണ കുക്കിക്ക് പൂക്കൾ എന്ത് ഉഷാറല്ലേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു പൂക്കളം. അപ്പൊ ഞാനത് അവിടെ ബാക്കിയുള്ളതൊക്കെ വേസ്റ്റൊക്കെ പറക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും അനുവിൻ്റെയും എൻ്റെയും കുക്കിയുടെയും അത്തമാശംസകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.